ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണു ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ്. ഞാൻ ഇനി ഈ ടോപ്പിക്ക് ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഞാൻ ഇട്ടിട്ട് പോകുവാണ് എന്ന് ഞാൻ വിചാരിച്ചാണ് പോയത്. പക്ഷേ ഇന്നിപ്പോൾ 2-3 കാര്യങ്ങൾ കണ്ടപ്പം അതൊന്ന് പറയണം, അതൊന്ന് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം വന്നതാണ്. ചിലപ്പോൾ ഇതെൻ്റെ രേണു ചേച്ചിയെ സംബന്ധിച്ചൊരു 90% എൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായിരിക്കും. ഇനി ഈ കേസ് കെട്ട് പിടിച്ചുകൊണ്ട് ഞാൻ വരികയില്ല. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇന്നലെയാണ് ഞാൻ കണ്ടത്. ജസ്ന എന്ന് പറയുന്നത് ഒരു കുട്ടി അവർക്കൊരു വീട് കിട്ടിയതിനെ പറ്റിയും അപ്പം നമ്മുടെ രേണുസുധിയുടെ നന്ദിയില്ലായ്മയെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്നും കൂടി പ്ലേ ചെയ്യാം. വേറൊന്നുമില്ല, നമ്മൾ ഇതുപോലെ വാടക വീട്ടിലൊക്കെ കഴിഞ്ഞതാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാണ്. മമ്മിയുടെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് വാടകയൊക്കെ കൊടുക്കാൻ പറ്റാതെ ഒരു സാഹചര്യത്തിൽ അത് കണ്ടിട്ട് മമ്മിയുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊരു വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ട്രസ്റ്റ് തീരുമാനിച്ച് നമുക്ക് കുറച്ച് സ്ഥലം തന്നു. അവിടെ അവർ നമുക്കൊരു വീട് വെച്ച് തന്നു. അതിലേക്ക് 19,000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ കുറേ നല്ല ആളുകൾ ചേർന്ന് അവരുടെ പൈസയും അവരുടെ എഫേർട്ടും കുറേ പണിക്കാരെ പൈസ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഹെൽപ്പ് ആക്കുന്ന രീതിയിൽ വന്ന് ചെയ്ത് തന്നൊരു വീടാണിത്. ആ വീടിന്റെ വിഷയം ഞാൻ ഇവിടെ വെക്കാവേ. ഈ വീടും രേണുസുധിക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ വീടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. എത്രത്തോളം നമുക്ക് വീട് വെച്ച് തന്ന ആൾക്കാരെ ഞാൻ ഈ സമയവും നന്ദിയോടെ ഓർക്കാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് വരെ നമ്മൾ മാറ്റി വെച്ചിട്ട് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കിടക്കാനൊരു സ്ഥലം തന്നു എന്നുള്ള ആ ഒരു മൊമെന്റ്, നമുക്കൊരാളൊരു സാധനം ഹെൽപ്പായി നൽകണമെങ്കിൽ അവർക്കൊരു നല്ല മനസ്സ് വേണം അല്ലെ. ആ നല്ല മനസ്സുകളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ പൈസയായിട്ടും അവരുടെ സമയമായിട്ടും അവരുടെ എഫേർട്ട് ആയിട്ടും ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇതിൽ അവരെല്ലാവരും വളരെ നന്ദിയായിട്ട് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഒരു വീട് പുതിയത് വെച്ച് മാറുന്നത് വരെ നമ്മൾ അതിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പായ മൊമെന്റുമാണ്. അതുകൊണ്ട് എല്ലാ കാലവും മരണം വരെയും ഈ നന്ദിയും കടപ്പാടൊക്കെ നമുക്ക് അവരോട് ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ വീടും രേണുസുധിക്ക് കിട്ടിയിട്ടുള്ള വീടും അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നവരെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്തു തരണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് മാറ്റി തരണം. അവരിത് തന്നത് തന്നെ വലിയ ഉപകാരമായിട്ടാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ രേണുസുധിക്കൊക്കെ കിട്ടിയിട്ടുള്ള വീട് എന്ന് പറയുന്നത് എത്ര നല്ല വീടാണ്. ശരിക്കും രേണുസുധി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് അവരിങ്ങനെ കുറ്റം പറയുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അല്ലേ. ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യം ഓരോ എഫേർട്ടും ഇല്ലാണ്ട് അവർക്ക് കിട്ടിയതാണ്. അവരതിലൊരു രൂപ മുടക്കേണ്ടി വന്നിട്ടില്ല, അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള നന്ദിയില്ലായ്മകൾ വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. ഒരുപാട് പേർക്ക്, ഒരുപാട് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മളിപ്പോൾ കേട്ട് കാണുമല്ലോ, ആ കുട്ടിക്ക് കിട്ടിയ ഒരു വീടിൻ്റെ സാഹചര്യമാണ് പറയുന്നത്. ആ വീട് നമുക്ക് നമ്മുടെ രേണു ചേച്ചിക്ക് കിട്ടിയതുപോലെ വലിയ ആഡംബരമുള്ള അല്ല, ഇത്രയും ഭംഗിയുള്ള വീടൊന്നും അല്ല. ഒരു തടി കൊണ്ട് 4, അതായത് പുള്ളിക്കാർ പറയുന്നുണ്ട് 50,000 രൂപ അവരങ്ങോട്ടും കൊടുത്ത് ബാക്കിയുള്ള ഒത്തിരി നല്ല മനസ്സുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. ചിലർ പൈസ വാങ്ങിക്കാതെ പണിയാനും ഒക്കെ വന്നും പിറക്കിയൊക്കെ തട്ടിക്കൂട്ടി കൊടുത്ത ഒരു വീടാണ്. അപ്പം ആ വീട്ടിൽ മഴ പെയ്താൽ അത് ആ വീടിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്യും, വെയിൽ വന്നാലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അത്രയും ഇതായിട്ട് വെയിൽ വന്നാൽ നല്ല വെയിൽ ചൂടായിരിക്കും അതിൻ്റെ അകത്ത്, അതുപോലെ മഴ പെയ്താലും വെള്ളം അതിൻ്റെ അകത്ത് കയറും. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരവിടെ ഒരു ഷീറ്റൊക്കെ വലിച്ച് ടാർപ്പയൊക്കെ വലിച്ച് കെട്ടിയിട്ടൊക്കെ ആയിരുന്നു അവരവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് അത്രയെങ്കിലും ചെയ്തു തന്നത് ആ ഒരു വീട്ടിൽ കയറി കിടക്കാനുള്ള അങ്ങനെയുള്ളൊരു സ്വന്തമായിട്ടൊരു വീട് തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. സത്യം പറയാമല്ലോ, എനിക്ക് ഇപ്പം ആ കുട്ടി അത് പറയുന്നത് കേട്ടപ്പം എനിക്ക് തോന്നുന്നത് ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു വീടൊക്കെ കിട്ടാൻ അർഹതയുള്ള ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. ആരിലേക്കെങ്കിലും ഈ വീട് ചെന്നിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഇപ്പം വേറൊരു ഇഷ്യൂ വന്നിരിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ മാരേജ് സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്ത്. ഈ മാരേജ് സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്ത് ഈ ഒരു ഇത് വന്നപ്പം, ഒരു കോൺട്രവേഴ്സി വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്. എനിക്ക് ആ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണോ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതോ എല്ലാവരും ഇത് പറയുന്നുണ്ട്, ഇത്രയും നാൾ പഴക്കമുള്ള ഒരു സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് ഇത്ര ഫ്രഷ് ആയിട്ട് ന്യൂ ആയിട്ടിരിക്കുന്നു, അത്രയ്ക്കും പുത്തം പോലെ ഇപ്പം പുതിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ പോലെയാണ് ആ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്. അത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ പറയണത് കേട്ടു. അപ്പം എനിക്ക് തോന്നിയ 2-3 ഡൗട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുവാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം.
ഇപ്പം ഞങ്ങളുടെയൊക്കെ കല്യാണം രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ സൈഡ് സ്ക്രീനിൽ കാണുന്നതാണല്ലോ, അതുപോലെയാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. വെച്ചാൽ നമ്മുടെ കല്യാണം കഴിച്ച ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോയും അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ എവിടെയെങ്കിലും വെച്ചാണ് കല്യാണം കഴിച്ച് അവിടുത്തെ രജിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ കുറിയൊക്കെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഡേറ്റും കാര്യങ്ങളും വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ആണ് നമ്മുടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ഉണ്ടാവും. ഇതിപ്പം അണ്ടർ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ആയിരിക്കും മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഫ്രണ്ട് വരിക. അതല്ല നമ്മൾ പഞ്ചായത്ത് ബേസിസ് ആണെങ്കിൽ ഒരു വൈറ്റ് കളറായിരിക്കും വരുന്നത്. ആ 2 ടൈപ്പിലുള്ള ഇത് കൂടി ഞാൻ കൊടുക്കും. കാരണം ഞാൻ ആദ്യം ഓർത്തു ഇനിയിപ്പം ഞങ്ങളുടെ കല്യാണം 2020 കഴിഞ്ഞത്. അപ്പോൾ 2020 കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് ആണോ അപ്പോൾ ഇവരുടെ നടന്ന സമയത്ത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് 2017 മെയ് 7 എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ ഓർത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, അവളുടെ കല്യാണം കഴിഞ്ഞത് ഇതുപോലെ 2017 സോ അവളെ വിളിച്ച് ചോദിച്ചാൽ അവളുടെ സർട്ടിഫിക്കറ്റും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ സെയിം ഞങ്ങളുടേതുപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുറേ ഏകദേശം ഒരു 2016-17 കാലഘട്ടത്തിലൊക്കെ ഉള്ള എല്ലാ മാരേജ് സർട്ടിഫിക്കറ്റും ത്രൂ ഈ ഒരു രീതിക്കാണ് പോയിരിക്കുന്നത്. പിന്നെ എനിക്കറിയാവുന്ന കുറേ പേരൊക്കെ വിളിച്ച് ചോദിച്ചവരുടെയൊക്കെ എല്ലാവരുടെയും തന്നെ ഇങ്ങനെയാണ്. വേറെ ആരുടെയും അങ്ങനെയുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ആർക്കും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഈ പുള്ളിക്കാരി കാണിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു മുദ്രപത്രത്തിലാണ് ഇവർ രജിസ്റ്റർ ചെയ്തതായിട്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പം എനിക്കത് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്കറിയില്ല, ഇനിയിപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനൊരു മുദ്രപത്രത്തിലുള്ളതുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പം പുള്ളിക്കാരുടെ ഒറിജിനൽ ആയിരിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ ഞാൻ ആളല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആരുടെയും കല്യാണം നടന്ന അങ്ങനെ ആൾക്കാരുമായിട്ട് എനിക്ക് അത്ര വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. ബട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ വലിയൊരു അറിവ് അതിനെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കേസ് ടോപ്പിക്ക് അങ്ങ് വിടാം. അപ്പോൾ എനിക്കറിയില്ല, സ്വാഭാവികമായിട്ടും എനിക്ക് ആ കാര്യത്തിലില്ല. പക്ഷേ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്തെല്ലാം കണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റാണ്. ആൻഡ് ആഫ്റ്റർ ഓൾ ഈ പുള്ളിക്കാരിയുടെ മാരേജ് കഴിഞ്ഞു എന്ന് പുള്ളിക്കാരി ഒരു ഇതിൽ പറയണത് 2017 മെയ് 7 2017 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മെയ് 7 2018 രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. അപ്പം അത് തമ്മിലൊരു ഇതുണ്ട്. കാരണം നമ്മുടെ കല്യാണം നമ്മൾ എവിടെയാണെങ്കിലും രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. അതായത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലാണ് രണ്ടറിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിലും പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്യണം. 1 മാസത്തേന് താമസിച്ച് വെച്ചേക്കരുത്, വഴക്കുണ്ടാക്കും, ഫൈനൊക്കെ അടയ്ക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് പോയി രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം പോയി രജിസ്റ്റർ ചെയ്തൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ അടുത്താണ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അവരാണെങ്കിലും കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഷ്ടി ആയതേ ഉള്ളൂ. അന്നേരപ്പത്തേന് അവർ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും അപ്പം നമ്മൾ പകുതി ഓൺലൈൻ വഴി ചെയ്ത് ബാക്കി ഇങ്ങനെ എന്താ പറയുക, ബാക്കി നമ്മൾ ഇവിടെ പോയി 2 സാക്ഷികൾ. പക്ഷേ സാക്ഷികളും നമ്മുടെ വീട്ടിൽ നിന്നുള്ളവർ പറ്റത്തില്ല. കാരണം എൻ്റെ വ്യക്തിപരമാരിൽ നമ്മൾ അല്ലാതെ ഉള്ള ആളുകൾ, നമ്മുടെ ബ്ലഡ് റിലേഷൻ, നമ്മുടെ കുടുംബക്കാരെ ആരെയും കൊണ്ട്, അതും ഇത്രയും അടുത്ത ബന്ധത്തിലുള്ള ആരെയും ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല സാക്ഷി. പക്ഷേ അപ്പം എനിക്കിതിനെ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഒരു അറിവാണ് ഞാനത് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ പുള്ളിക്കാരി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഈ പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂവിൽ, ഇപ്പോൾ ഈ അടുത്ത വന്നൊരു ഇൻ്റർവ്യൂ ആണ്, അതിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരി മാരേജിൻ്റെ ഡേറ്റ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുള്ളിക്കാരിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അത് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആരോപണങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. സോ എനിക്കത് പറയണം. കാരണം ഈ എന്റെ കയ്യിലിരിക്കുന്ന 2017 മെയ് മാസത്തിൽ 7-ാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ആക്ച്വലി എന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസ് ദാസ്. രേഷ്മ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് വേണ്ടേ ബ്രൈഡ് ഒപ്പ്.
പിന്നെ സാക്ഷികള് സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു KJ, അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. സൂചന അളിയാന്ന് വിളിക്കുന്നത് ലിബു KJ. ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ അടുത്ത ബിന്ദു സെബാസ്റ്റ്യൻ, എന്റെ അമ്മയുടെ അനിയത്തി. അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ്, എന്റെ അമ്മയുടെ ആങ്ങളയായിട്ട് വരുന്നു. ഈ 3 പേരായിരുന്നു ഇതേണ്ട ഞങ്ങളുടെ സാക്ഷികൾ. ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ്. ഇതിപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ സ്പെഷ്യൽ. കേട്ടല്ലോ, ചേച്ചി പറയുന്ന ഡേറ്റ് തമ്മിൽ തന്നെ ചേച്ചിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ തെറ്റിപ്പോയിക്കോട്ടെ, നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ സ്വന്തം നമ്മുടെ കല്യാണം, അതായത് മാരേജ് ഡേറ്റ്, ഇതൊക്കെ തമ്മിൽ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾക്ക് തെറ്റിപ്പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി അത് പറയണത് തന്നെ മിസ്റ്റേക്ക്. അത് എങ്ങനെ മറന്നുപോയതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പുള്ളിക്കാരി ആദ്യത്തെ ഇന്റർവ്യൂ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും. 7th May 2017 ആണ് പറയണത്. രണ്ടാമത്തേതിൽ 18, മാരേജ് സർട്ടിഫിക്കറ്റിൽ 18 ആണ് കിടക്കുന്നത്. എന്നിരുന്നാലും 1 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് ആരും കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പോയില്ല. പക്ഷെ പുള്ളിക്കാരി അത് മാത്രമല്ല, അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരി എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ആർക്കെങ്കിലുമാണ് അറിയാവുന്ന, എന്നെ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചത് May 7, 2017. അങ്ങനെ ആ ഡേറ്റ് എടുത്ത് ഡേറ്റും വർഷവും പുള്ളിക്കാരി ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറയുന്ന ഡേറ്റ് എന്താണെങ്കിലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് മാരേജ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ആ സെയിം ഡേറ്റ് ആണ് വരേണ്ടത്. പക്ഷെ ആ സെയിം ഡേറ്റ് അല്ല വന്നിരിക്കുന്നത്. അതൊക്കെയാണ്. അതുപോലെ അത്രയും ഫ്രഷ്, അതായത് ന്യൂ ആയിട്ടുള്ള ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കാരണമാണ് ആളുകൾക്കൊക്കെ ഇത്രയും ഡൗട്ട് വന്നത്. എന്തൊക്കെ ഇരുന്നാലും ഇനി വരും ദിവസങ്ങളിൽ പുള്ളിക്കാരുടെ ഒത്തിരിയേറെ വീഡിയോസും ഇതിനെ വെച്ചുള്ള ഒത്തിരിയേറെ കാര്യങ്ങളും എല്ലാവരും ഡിസ്കസ് ചെയ്യും. എനിവേ ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് കംപ്ലീറ്റ്ലി ലീവ് ചെയ്യുവാണ്. കാരണം ഈ ടോപ്പിക്ക് എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് വെച്ചാൽ ഓരോരോ പ്രശ്നങ്ങൾ ഇവരെ എടുത്തെടുത്തെടുത്ത് വരുവാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട്, ഈ സുധി എന്ന് പറഞ്ഞ കലാകാരൻ മരിച്ചിട്ട് അയാൾക്ക് അത്യാവശ്യം റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങേരെ ഒരു എന്താ പറയുക, സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ശ്രീകൃഷ്ണനെന്നോ അല്ലെ ഒരു കോഴിയെന്നോ, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു, നമ്മുടെ സുധിച്ചേട്ടൻ ആര് കോഴിയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഒത്തിരി കമൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം അത്രമാത്രം ആ മനുഷ്യനെ ഈ ഒരു ഒറ്റ കേസ് ഓരോ പ്രശ്നങ്ങൾ, ചിലപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഇതുകൊണ്ട് പുള്ളിക്കാരിക്ക് പബ്ലിസിറ്റി ഉണ്ടായിരിക്കാം, അല്ലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്. ഒരു റീല് ചെയ്തു, ഒരിത് വന്നു, 2 ദിവസം മിണ്ടാതിരുന്ന കാര്യം അത് തീർന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു. പിന്നെ ഓരോരോ കാര്യങ്ങൾ പൊക്കി വന്നപ്പോഴത്തേനും പുള്ളിക്ക് ഇപ്പം ആദ്യത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അത് മരിച്ചു. രണ്ടാമത്തെ ഭാര്യ രേണുസുതിയാന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അതിൻ്റെ ഇടയ്ക്കൊരു വീണ വന്നു. ഇനിയിപ്പോൾ എത്ര പേര് വരുമെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ള രീതിക്കിനൊക്കെ ഉള്ള പല പല കമൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ഇരുന്നാലും നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ കേസ് കാര്യങ്ങൾ, എത്രയേറെ ഇഷ്യൂസ് വന്നു. പക്ഷെ അതൊക്കെ അത്രയും അതുപോലെ നമ്മുടെ ഹൈപ്പി വന്നതായിരുന്നു. നമ്മുടെ ഈ ഡാഡി അല്ല മമ്മി ഗിരിജയുടെ ഒക്കെ കേസ് കേട്ടൊക്കെ അതൊക്കെ അതുപോലെ തണുത്തത് പോയി. അത് പിന്നെ ഇപ്പം ആരും പൊക്കിക്കൊണ്ട് വരുന്നൊന്നും കാണാൻ പോലും ഇല്ല. പക്ഷെ ഈ ഒരു കേസ് കേട്ട് മാത്രം ആൾക്കാർ ഇങ്ങനെ കൊണ്ടടക്കാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ കേസ് കേട്ട് കേൾക്കുമ്പോൾ പലരും തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ ഓരോ വീഡിയോസ് ഇടുമ്പം രേണുസുതി ഇതായിട്ടുള്ളൊരു കണ്ടന്റ് ഇടുമ്പോൾ പലരും നമ്മളോട് ഡയറക്റ്റ് വന്ന് നമ്മുടെ കമൻസിലാണെങ്കിലും വന്ന് എല്ലാവരും പറയാനുണ്ട് ഇതൊരു പബ്ലിക് നോയിസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒത്തിരിയേറെ പേര് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഇഷ്ടമാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള രീതിക്ക് പുള്ളിക്കാരി അഭിനയിക്കട്ടെ. അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല, അഭിനയിക്കാം, പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് പുള്ളിക്കാരിക്ക് നടക്കുകയും ചെയ്യാം. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക, പുള്ളിക്കാരി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് പുള്ളിക്കാരിക്ക് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് എല്ലാവരും കണ്ണു നട്ടിരിക്കുവാന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പലതും പുള്ളിക്കാരി തന്നെയാണ് ഈ മീഡിയാസിന് മുമ്പിൽ വന്നിരുന്ന് പറയുന്നത്. അതെടുത്തിട്ടാണ് റിയാക്ഷനാണ്. ഇപ്പം എന്നെ പോലെയുള്ള പലരും റിയാക്ട് ചെയ്യുന്നത് പുള്ളിക്കാരിയുടെ വായിന്ന് വന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസായിട്ട് നിൽക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ രീതിയിൽ കുറച്ചും കൂടെ ഒരു ഇത് പാലിക്കണം. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പുള്ളിക്കാരിക്ക് ഇതുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, ബിഗ് ബോസിലൊക്കെ പുള്ളിക്കാരി പോയിട്ട് വരുമ്പോഴത്തേനും
പുള്ളിക്കാരി പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി തിരിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും പുള്ളിക്കാരി എല്ലാവരും കൂടെ റോസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെക്കുന്ന അവസ്ഥയാണ് പുള്ളിക്കാരിയുടേത്. അപ്പം ഇനി നമുക്ക് ഈ ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. നമ്മൾ ഇനി രേണുസുതി കേസുകെട്ടുമായിട്ട് വരില്ല. പിന്നെ നമ്മുടെ വട്ടത്ത് നടക്കുന്ന വേറെ പല കേസുകെട്ടുകളും റിയാക്ഷനും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.